ഈ സ്ഥാപനത്തിൻ്റെ ഓണർ മണിയാണ് ഇവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. മണിയായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ജീവനക്കാരിയാണ് ഇവിടെ ഉള്ളത്. അത് മേലാങ്കോട് താമസക്കാരിയാണ്. 10 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുകയാണ്. 1.5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്ന് നാട്ടുകാർ പറയുകയാണ്. വൈദ്യുതി മൂലം ഉണ്ടായിട്ടുള്ള അപകടമെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് ഓഫീസർമാരും തഹസിൽദാരും ആ നിലയുടെ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു മൃതദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. എന്തായാലും ബന്ധപ്പെട്ട ജില്ലാ കളക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും സംഭവസ്ഥലം സന്ദർശിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. വളരെ വിശദമായ പരിശോധന നടത്തിയ ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. മരിച്ച വൈഷ്ണവ കഴിഞ്ഞ 7 വർഷക്കാലമായി സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇതേ ഓഫീസിൽ വെച്ച് തന്നെ നമ്മുടെ പാപ്പറംകോട് തന്നെ താമസക്കാരിയാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഈ ഏജൻറ്റ് ഓഫീസിൽ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായി. ഇനി മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി ഉള്ള ഇലക്ട്രിസിറ്റി ബോർഡും അതുപോലെ ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരാൾ ജീവനക്കാരിയും മറ്റൊരാൾ ആരാണ് തിരിച്ചറിയാത്ത ഒരു കൺസ്യൂമർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ല, അതിനെപ്പറ്റി വിവരമൊന്നും എനിക്കില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ വന്ന ശേഷമല്ലേ ഞാൻ ഇവിടെ എത്തുന്നത്. അല്ല, അതിനെ അറിയില്ല. നമുക്ക് ഇനി കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് നോക്കാം. ഇല്ല, അവരെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചു. ഇപ്പോൾ കളക്ടർ ഇപ്പം വരും. തീർച്ചയായിട്ടും വളരെ വിശദമായിട്ടൊരു അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കും.